all. In the last class, we have been discussing on the concept of multiplexing. So hope all of you are aware of what is multiplexing. Multiplexing is nothing but transmission of multiple signals across a single channel or a single link. That is multiplexing. We have also seen the different classification of multiplexing, which are frequency division multiplexing, time division multiplexing, wavelength division multiplexing, space division multiplexing, and so on. Okay. Then we have seen the details of frequency division multiplexing. What is frequency division multiplexing? We can integrate signals with different frequencies, or we can transmit signals with different frequencies in a single channel without any interference or collision. Okay. അത് നമ്മൾ കണ്ടു, അതിൻ്റെ പ്രോസസ്സെല്ലാം നമ്മൾ കണ്ടു. I have also seen the application. Okay. Now we are seeing the next concept, which is wavelength division multiplexing. Okay. So this is applicable. This is almost similar to the frequency division multiplexing. Only difference is that this is applicable to the signals that is transmitted through optical fiber cable. Okay. Fiber optical cable ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽസിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലക്സിങ് ടെക്നിക്കാണ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്. ഇപ്പോൾ ഫൈബർ ഒപ്റ്റിക് കേബിളിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുമ്പോഴേ അറിയാം അതൊരു ഡാറ്റ റേറ്റ് കൂടിയിട്ടുള്ള, നമ്മൾ കമ്പയർ ടു വേറെ വയേഴ്സിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും OFCയിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിന് ഡാറ്റ റേറ്റ് കൂടുതലായിരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഡാറ്റ റേറ്റ് കൂടിയിട്ടുള്ള സിഗ്നലിൻ്റെ ട്രാൻസ്മിഷൻ അവരെ നമുക്ക് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാം എന്നുള്ളത് ഈ പറയുന്ന വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്ങിലാണ് പറയുന്നത്. ഓക്കെ. ലെറ്റ് us see the main part. The optical fiber is the data rate is higher compared to the data rate of the metallic transmission cable. Okay. Optical ഫൈബറിൻ്റെ ഡാറ്റ റേറ്റ് കൂടുതലാണ് കമ്പയറിങ് വിത്ത് ദ മെറ്റാലിക് ട്രാൻസ്മിഷൻ കേബിൾ. മെറ്റാലിക് ട്രാൻസ്മിഷൻ കേബിൾ എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ടുള്ള കോവാക്സിൽ കേബിൾ, ഓക്കെ, കോപ്പർ കേബിൾ എല്ലാം മെറ്റാലിക് ട്രാൻസ്മിഷൻ കേബിളാണ്. ഓക്കെ. അതിനെ അപേക്ഷിച്ച് ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ കടന്നു പോകുന്ന ഡാറ്റ സിഗ്നൽ എന്ന് പറയുന്നത് അതിൻ്റെ ഡാറ്റ റേറ്റ് വിൽ ബി വെരി ഹൈ. യൂസിങ് എ ഫൈബർ ഒപ്റ്റിക് കേബിൾ ഫോർ വൺ സിഗ്നൽ ലൈൻ വേസ് ദ അവൈലബിൾ ബാൻഡ്വിഡ്ത്ത്. ഓക്കെ. അതായത് നമ്മൾ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒരു ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ഒരു വേസ്റ്റേജാണ്, ബാൻഡ്വിഡ്ത്തിൻ്റെ വേസ്റ്റേജാണ്, അതല്ലേ. ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ സിഗ്നൽ നമുക്കൊരു ഹൈ ഡാറ്റ റേറ്റുള്ള ഒരു ടെലിഫോൺ സിഗ്നൽ, ഓക്കെ, അല്ലെങ്കിൽ ഒരു വോയിസ് സിഗ്നൽ ഹൈ ഡാറ്റ റേറ്റ് ഉള്ളതാണ്. ഓക്കെ. നമ്മൾ OFC കൂടെ കടത്തി വിടണം. അപ്പോൾ ഒരു സിഗ്നൽ മാത്രം നമ്മൾ ഒരു കേബിളിൽ കൂടെ കടത്തി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് വേസ്റ്റേജാണ്. ആ കേബിൾ കൊണ്ട് ഒരു ഉപയോഗമില്ല. ഒരു സിഗ്നൽ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യാനാണോ നമ്മളൊരു കേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പോൾ നമുക്ക് ആ കേബിളിൽ കൂടെ മൾട്ടിപ്പിൾ സിഗ്നൽസ് അറ്റ് എ ടൈം നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ. അതിനാണ് നമ്മൾ ഈ വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ പറയുന്നത് അതാണ്, യൂസിങ് എ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ഫോർ വൺ സിംഗിൾ ലൈൻ, ഓക്കെ, അല്ലെങ്കിൽ വൺ സിംഗിൾ സിഗ്നൽ, ഓക്കെ, വേസ് ദ അവൈലബിൾ ബാൻഡ്വിഡ്ത്ത്. ഒരു സിഗ്നലിന് മാത്രം വേണ്ടിയിട്ട് ഒരു കേബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാൻഡ്വിഡ്ത്ത് വേസ്റ്റേജ് ആണ്. ഓക്കെ. So multiplexing allows, this wavelength division multiplexing allows to combine several lines into one. Okay. Several optical optical signalsകൾ നമുക്ക് ഈ കേബിളിൽ കൂടെ കടന്നു പോകാൻ സഹായിക്കും. യൂസിങ് വിച്ച് ടെക്നിക്? യൂസിങ് ദിസ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്. ഓക്കെ. അപ്പോൾ നമുക്ക് സമ്മറൈസ് ചെയ്ത് പറയേണ്ടത് ഇങ്ങനെയാണ്. ദിസ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് allows to combine several optical signals into a single optical fiber cable. Okay. So this wavelength division multiplexing, WDM, is conceptually the same as FDM. What is FDM? Frequency division multiplexing, except that the multiplexing and the demultiplexing involve optical signal transmitted through fiber optic channel. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. WDM എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് FDM, എക്സെപ്റ്റ് ദ മൾട്ടിപ്ലക്സിങ് ആൻഡ് ഡീമൾട്ടിപ്ലക്സിങ് ഈസ് ഹാപ്പനിങ് ഫോർ ദ optical signal transmitted through the optical fiber cable. Okay.
ദിസ് ഈസ് ദ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ സിഗ്നൽ എന്ന് പറയുമ്പോൾ ലൈറ്റ് സിഗ്നൽസ് ആണ്. ഓക്കെ, ഇപ്പോൾ ലൈറ്റ് സിഗ്നൽസ് നമ്മൾ മെഷർ ചെയ്യുന്നത് അതിൻ്റെ വേവ് ലെങ്ത് വെച്ചിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, ഡിഫറെൻറ്റ് ലൈറ്റ് സിഗ്നൽ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ഹാവിങ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഓക്കെ ആർ കമ്പൈൻഡ് യൂസിങ് ദിസ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. കണ്ടോ, മൂന്നും കൂടെ കമ്പൈൻ ചെയ്ത് കണ്ടോ, 3 വേവ് ലെങ്ത് കൂടെ കമ്പൈൻ ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ട്രാൻസ്മിറ്റഡ്. Okay, at the receiver end, this it is demultiplexing. Okay, it is demultiplexing is performed, and the signals with the different wavelength are segregated. Okay, or separated. കണ്ടോ, ഇതാണ് കോൺസെപ്റ്റ്. ഇതാണ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. ഓക്കെ, ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങിൽ നമ്മൾ ഫ്രീക്വൻസിയാണ് നോക്കിയത്, ഇവിടെ നമ്മൾ വേവ് ലെങ്ത് ആണ് നോക്കുന്നത്. ഓക്കെ, ദ സിഗ്നൽസ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ വേവ് ലെങ്ത്. ഓക്കെ, അപ്പം ദ ലൈറ്റ് സോഴ്സ് ഫ്രം സിഗ്നൽസ് ഫ്രം ഡിഫറെൻറ്റ് ലൈറ്റ് സോഴ്സ് ഓക്കെ ആർ പാസ് ത്രൂ ദിസ് മൾട്ടിപ്ലെക്സിങ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സർ. ഓക്കെ, ദെൻ the wavelength division multiplexer combines these signals, these light sources, okay, and it is getting transmitted. At the receiving end, the demultiplexing is performed and it segregates the different light source from the combined form. Okay, this is the concept. Very narrow bands of light from different sources are combined. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്. നാരോ ബാൻഡ്സ് ഓഫ് ലൈറ്റ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ആർ കമ്പൈൻഡ്. അറ്റ് ദ റിസീവർ ദ സിഗ്നൽസ് ആർ സെപ്പറേറ്റഡ് ബൈ ദ ഡീമൾട്ടിപ്ലെക്സർ. റിസീവർ സൈഡിൽ സിഗ്നൽസിനെ നമ്മൾ ഡീമൾട്ടിപ്ലെക്സർ വഴി നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യും. കമ്പൈൻ ചെയ്ത സിഗ്നലിനെ നമ്മൾ ഡീമൾട്ടിപ്ലെക്സർ വഴി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. ഓക്കെ, നൗ ദിസ് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദിസ് ഡീമൾട്ടിപ്ലെക്സർ ആൻഡ് മൾട്ടിപ്ലെക്സർ സർക്യൂട്ട്, this wavelength division multiplexing can be performed using a prism. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, when a beam of light travels through a prism, it can bend the signal or the light can bend towards the medium. ഓക്കെ, അതായത് ഡെൻസർ മീഡിയത്തിലോട്ട് when the light passes through a denser medium, the signal or the light source can bend towards that medium. ഓക്കെ, അത് നമ്മൾ OFCയിൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ എന്താണ്, വൈ? ബിക്കോസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ? അപ്പോൾ അത് ഒരു കണ്ടീഷനൊക്കെ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ആണ് ഈ വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് നമ്മൾ ഒരു ഇലക്ട്രോണിക് ഹാർഡ്വെയർ ഉപയോഗിക്കാതെ വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ഇറ്റ് യൂസിങ് എ പ്രിസം. ദ പ്രിസം വിൽ ആക്ട് ആസ് എ മൾട്ടിപ്ലെക്സർ. ഓക്കെ, if we align that prism in a particular angle, the light from different sources will be combined. Okay, combined, and that combined signal can be transmitted. Okay, at the receiving end, if the prism is aligned in another direction, these combined light can be separated. Okay, this is the concept. Okay, ഇപ്പോൾ നമ്മൾ വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് നമ്മൾ ഒരു ഇലക്ട്രോണിക് ഹാർഡ്വെയർ കമ്പോണൻറ്റ് ഉപയോഗിക്കാതെ യു ക്യാൻ പെർഫോം ഇറ്റ് യൂസിങ് എ പ്രിസം. അതാണ് ഈ കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, ദ കമ്പൈനിങ് ആൻഡ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് ദ ലൈറ്റ് സോഴ്സ് ആർ ഈസിലി ഹാൻഡിൽഡ് ബൈ പ്രിസം. The prism bends a beam of light based on the angle of incidence and the frequency. Okay, ഈ പ്രിസം ഇത് ബെൻഡ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും നമ്മുടെ ഫ്രീക്വൻസിയും വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നല്ലോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ ഇറ്റ് ക്യാൻ ബെൻഡ് ടുവേർഡ്സ് ദാറ്റ് മീഡിയം എന്നൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ ആ കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്കിതിനെ ബെൻഡ് ചെയ്യാനും പറ്റും, ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഏൽപ്പിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഡയറക്ഷനിൽ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതൊരു ഡെൻസർ മീഡിയത്തിലോട്ട് കിടക്കുമ്പോഴത്തേക്കും ഇത് മൂന്നും ബെൻഡ് ചെയ്ത് ഒറ്റ ഒരു സിഗ്നലായിട്ട് മാറും. ഓക്കെ, ആ ലൈറ്റ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, തിരിച്ച് പ്രിസത്തിന് നമ്മൾ വേറൊരു ഓറിയൻറ്റേഷനിൽ വയ്ക്കുമ്പോഴത്തേക്കും ഇത് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് ഇതിനകത്തൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ഇത് മൂന്ന് ഡയറക്ഷനിലേക്ക് തിരിയും. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്കത്
അവിടെ വെച്ച് റിസീവർ സൈഡിൽ വെച്ച് നമുക്കത് എടുക്കാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ദ കോൺസെപ്റ്റ്. ഓക്കെ, സോ ദിസ് വേവ് ലെങ്ത് ഡിവിഷൻ multiplexing can be also done using a prism. Okay, now the application of WDM. ആപ്ലിക്കേഷൻ ഓഫ് WDM നമുക്ക് ഒറ്റ ആപ്ലിക്കേഷനേ ഉള്ളൂ, സോണറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോണറ്റ് എന്ന് പറയുന്നത് സിങ്ക്രണസ് ഒപ്റ്റിക്കൽ നെറ്റ്വർക്കാണ്. സിങ്ക്രണസ് ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്. ദിസ് ഈസ് എ പ്രോട്ടോകോൾ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഒപ്റ്റിക്കൽ സിഗ്നൽസ്. ഓക്കെ, സോണറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതാണ്. സോണറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോട്ടോകോൾ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് എന്താണ് ഒപ്റ്റിക്കൽ സിഗ്നൽസ്. ഓക്കെ, അപ്പോൾ ആ നെറ്റ്വർക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൾട്ടിപ്ലക്സിംഗ് ആണ് നമ്മുടെ WDM. ഓക്കെ, വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. ഓക്കെ, സോണറ്റ് നെറ്റ്വർക്ക് ഇൻ വിച്ച് മൾട്ടിപ്പിൾ ഒപ്റ്റിക്കൽ ഫൈബർ ലൈൻസ് ആർ മൾട്ടിപ്ലക്സ്ഡ് ആൻഡ് ഡീമൾട്ടിപ്ലക്സ്ഡ്. അപ്പോൾ സോണറ്റ് നെറ്റ്വർക്കിൽ ഇതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ഒപ്റ്റിക്കൽ ഫൈബർ ലൈൻസ് സിഗ്നൽസ് ഉണ്ട്. ആ സിഗ്നൽസിന് നമുക്ക് മൾട്ടിപ്ലക്സ് ചെയ്യാനും ഡീമൾട്ടിപ്ലക്സ് ചെയ്യാനും വി നീഡ് ദ ടെക്നോളജി ഓഫ് ദിസ് WDM. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് WDMൽ പഠിക്കാനുള്ളത്. ഓക്കെ, ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് ജസ്റ്റ് ഇത്രയും പറയാനുള്ളൂ. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. The only difference is this is applicable only for the fiber optical signals and optical signals transmitted through fiber optical cable. Okay, optical signals മാത്രം ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി, ഒരു മൾട്ടിപ്ലക്സിംഗ് ടെക്നിക്കാണ് WDM. ഓക്കെ, ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സോണറ്റാണ്. ഓക്കെ, സോണറ്റ് ഈസ് നത്തിങ് ബട്ട് സിങ്ക്രണസ് ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക്. ദിസ് ഈസ് എ പ്രോട്ടോകോൾ ദാറ്റ് ഹസ് ബീൻ ഡിഫൈൻഡ് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഒപ്റ്റിക്കൽ സിഗ്നൽസ് ത്രൂ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ. ഓക്കെ, ഇത് നല്ല പഠിക്കുക. ഇത് ചെറിയ ടോപ്പിക്കാണ്. ഓക്കെ, നമ്മളിനി അടുത്ത സെഷനിൽ കാണാൻ പോണത് വേറൊരു മൾട്ടിപ്ലക്സിംഗ് ടെക്നിക്കാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. ഓക്കെ, താങ്ക് യു.